മാധവേട്ടനെ വേദനിപ്പിച്ചതിനൊക്കെ മാപ്പ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മാധവേട്ട, എന്താ ഇതൊക്കെ? മാധവേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തൂടെ? അതിന് ഇവന്മാരുടെയൊക്കെ ആവശ്യമുണ്ടോ മാധവേട്ടന്? മാധവേട്ട, നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളുടെ അച്ഛനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കോമ്പാറക്കാരാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അച്ഛൻ പോലും ഇന്ന് അവരുടെ കയ്യിൽ ഒരു പാവയാണ്. മാധവേട്ട, മാധവട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ചതിച്ചു. മാധവട്ടനെ അന്വേഷിച്ച് കടവിച്ചെന്ന ബാലചന്ദ്രൻ ആരൊക്കെ ചേർന്ന് ആക്രമിച്ചു. അത് മാധവട്ടൻ ജയിച്ചതെന്നാ ബാലചന്ദ്രൻ പറഞ്ഞ്. ആര്? ഞാനോ? എന്ന് അവൻ പറഞ്ഞോ? ഞാൻ ജയിച്ചെന്ന് അവൻ പറഞ്ഞോ? കൊല്ലണവനെ, എനിക്കവനെ കൊല്ലണോ? എന്റെ കുഞ്ഞിനെ ഈ നിലയിലാക്കി ഇവനെ ഞാൻ വിടില്ല. ഇവനെ ഞാൻ വെറുതെ വിടില്ല. പറയുന്ന കേക്ക്. എനിക്കൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഞാനാ ഇത് ചെയ്തതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. ഇനി ആ പേര് പോലും നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കരുത്. അത്രയ്ക്ക് നീചനാണ് നിങ്ങൾ, ക്രൂരനാണ് നിങ്ങൾ. ഇങ്ങനൊരു ഏട്ടനെ കിട്ടാൻ തപസ്സിരിക്കണം. ആ ഏട്ടൻ എന്നെ കൈപിടിച്ചേൽപ്പിക്കാതെ നീ എന്റെ ഭാര്യയാവില്ല, നിന്റെ ശരീരത്തിൽ ഞാൻ തൊടില്ല എന്ന് പറഞ്ഞിരുന്ന് നിങ്ങളുടെ മനസ്സിൽ പൂജിച്ചുകൊണ്ട് നടന്നിരുന്ന എന്റെ ബാലേട്ടന് ഇങ്ങനൊരു ക്രൂരത കാണിക്കാൻ എങ്ങനെ മനസ്സ് വന്നു മാധവേട്ട നിങ്ങൾക്ക്? അത് ഞാൻ ആരെ ഒന്നും ചെയ്തിട്ടില്ല മക്കളെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെങ്കിലും ഏട്ടനെ വിശ്വസിക്കേ. ഏട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. വരരുത്, ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഞങ്ങൾക്ക് പേടിയാ. ഏട്ടനെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയാ. എന്തിനാ അച്ഛൻ ഉപേക്ഷിച്ചു പോയിട്ട് അമ്മ മരിച്ചിട്ടും ഒക്കെ ഞങ്ങൾ നോക്കിയതും വളർത്തിയതും? അന്നേ കഴുത്ത് ധരിച്ച് കൊല്ലായിരുന്നില്ലേ ഞങ്ങൾ അഞ്ചില്? ഇങ്ങനെ വളർത്തി വലുതാക്കി ഇഞ്ചിഞ്ചെ കൊല്ലണമായിരുന്നോ? ഇതുകൊണ്ടൊന്നും തീരാൻ പോണില്ല. എന്റെ ബാലേട്ടന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ആ നിമിഷം ഞങ്ങൾ 4 പേരും നിങ്ങളുടെ മുന്നിൽ വന്ന് തീ കൊടുത്തും നിങ്ങളുടെ കൺമുന്നിൽ കത്തിച്ചാമലാവും. അപ്പോഴേ നിങ്ങൾ പഠിക്കൂ, അപ്പോഴേ നിങ്ങൾ പഠിക്കൂ. ഇനി ആരുടെയൊക്കെ ജീവനാ മാധവേട്ട നിങ്ങൾക്ക് വേണ്ടത്? എന്റെ അച്ഛന്റെയോ അമ്മയുടെയോ അതോ എന്റെയോ? പോ, ഇവിടുന്ന് പോ. ഇനി ഞങ്ങളുടെ ആരുടെയും കൺമുമ്പിൽ പോലും വരാണ്ട് എങ്ങോട്ടെങ്കിലും പോ. ഇനി ആലോചിക്കാനൊന്നുമില്ല. നിങ്ങളുടെ മകനോട് ചെയ്ത പോലെ നിങ്ങളും അവനോട് ചെയ്യണം. ദാ ഈ നിൽക്കുന്ന എന്റെ മുഴുവൻ ആളുകളെയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഞങ്ങളും പിന്നാലെ വരാം. അവന്റെ കഥ ഇന്നത്തോടെ കഴിയണം.
അതെ, അവന്റെ മണ്ണിലിട്ട് തന്നെ അവന്റെ കഥ കഴിക്കണം. ഒരു തെളിവ് പോലും ഇല്ലാതെ അവന്റെ സകലതും നശിപ്പിക്കണം. നിങ്ങളുടെ കൺമുൻപിൽ കിടന്നവൻ പിടഞ്ഞു പിടഞ്ഞു മരിക്കണം. ചെല്ലു മേനോൻ ചേട്ടാ, ഞങ്ങളാ നിങ്ങളുടെ കൂടെ ഉള്ളത്. നാളത്തെ സൂര്യോദയം കാണാൻ മാധവൻകുട്ടി ഭൂമിയിലുണ്ടായിരിക്കരുത്. ചെല്ലടാ, കൂടെ ചെല്ല്. ഇനി മാമംഗലത്ത് മാധവൻകുട്ടിയെ തീർത്തിട്ട് വന്നാ മതി. ചെല്ല്. മാധവേട്ട, ഇവനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കോമ്പാറക്കാരെ എല്ലാറ്റിനും പിന്നില് പറയണം അങ്ങോട്ട്. മാധവേട്ട, പിള്ളച്ചേട്ടനെ കൊന്നതും ബാലചന്ദ്രനെ ആക്രമിച്ചതും എന്റെ അച്ഛനും ഇളയച്ചന്മാരും ചേർന്ന. ഉടനെ അവരിവിടെ എത്തും, എല്ലാം നശിപ്പിച്ച് മാധവേട്ട ഇല്ലാണ്ടാക്കാൻ. നിർത്തടാ. എന്നല്ലേ നിനക്കൊക്കെ വേണ്ടത്? ഞാൻ വരാവിടാ, ഞാൻ പുറത്തേക്ക് വരാം. വേണ്ട, നശിപ്പിക്കടാ, എല്ലാം തീ വെച്ച് ചാമ്പലാക്ക്. ചാടിക്കോ. എന്താ എന്താ എന്റെ നേരെ വരുന്നത്? എന്നെയല്ല, അവനെ പോയി വിട്ട്. പേരട്ടക്കിഴവ, നീ എന്ത് വിചാരിച്ചടാ? നീ വിളിക്കുമ്പോ കോമ്പാറക്കാര് പട്ടികളെ പോലെ വന്ന് നിന്നെ സഹായിക്കുമെന്നോ? 30 വർഷം മുമ്പ് മരണക്കിടക്കയിൽ കിടന്ന് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം വരുമെന്ന്. ആ ദിവസമാടാ ഇന്ന്. കുറച്ചുകൂടെ ഉറക്കെ വിളി. ഒരാളും നിന്നെ ഇനി വന്ന് രക്ഷിക്കാൻ പോണില്ല. മാധവൻകുട്ടി, ചതിയായിരുന്നടാ. നിന്നെ എന്നെയും കൊല്ലാൻ അവര് ചെയ്ത ചതിയായിരുന്നതായല്ലോ. നിങ്ങൾ അമ്മാനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. അവരാ കോമ്പാറക്കാരാ എന്നെ ചതിച്ചത്.
അവരായല്ല ചെയ്തത്. മാധവൻകുട്ടി ഒന്നും ചെയ്തിട്ടില്ല. അവൻ പാവമാ, അവൻ പാവമാ. എന്താ എന്താ പറ്റിയത്? നിന്നെ ചതിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അവരാടാ, ആ കോമ്പാറക്കാരൻ. അതുപോലെ അവര് നിന്റെ അച്ഛനെ ഇപ്പൊ കൊല്ലാൻ നോക്കി. അവസാനം മാധവേട്ടനാ വന്ന് രക്ഷപ്പെടുത്തിയത്. എന്തിനാ വന്നത്? ഹിറ്റ്ലറെ നാട് കടത്താനോ, അതോ കല്ലെറിഞ്ഞു കൊല്ലാനോ? എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയതോ? അല്ലെങ്കിൽ എന്റെയാണെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരെയും മാറോട് അടക്കി പിടിച്ച് വളർത്തിയതോ? മിണ്ടരുത്. ഇനി എന്റെ പേര് പോലും ആ നാവ് കൊണ്ട് ഉച്ചരിക്കരുത്. അമ്മ മരിച്ചിട്ടും അച്ഛൻ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങളെ നോക്കിയതും വളർത്തിയതൊക്കെ എന്തിനാണെന്ന് നീ എന്നോട് ചോദിച്ചു. അന്നേ കഴുത്ത് നെരിച്ച് കൊല്ലാമായിരുന്നില്ലേ എന്ന് നീ എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് പേടിയാണ്. ഈ ഏട്ടനെ കാണുന്നത് പോലും നിങ്ങൾക്ക് പേടിയാണ് അല്ലേ? എന്റെ മരണം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചില്ലേ? നീ പോലും ആഗ്രഹിച്ചു. വേണ്ട, എനിക്ക് വേണ്ടി കരയാൻ പോലും ഇനി ഒരാൾക്ക് അവകാശമില്ല. ഒരു ബന്ധത്തിന്റെയും കഴിഞ്ഞാൽ എന്റെ മേലില്ല. ഞാൻ തനിച്ചാണിപ്പോ. എങ്ങനെ എവിടെ എനിക്ക് ജീവിക്കാം? ഒരാളും എന്നെ തേടി വരില്ല, വരാൻ പാടില്ല. മാധവേട്ട, പോകരുതെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ലെന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പൊയ്ക്കൊള്ളൂ. പിന്നെ മാധവേട്ടന്റെ പെങ്ങന്മാരെ മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത്. അതുപോലെ എന്റെ ഈ പെങ്ങളെ ഞാൻ ആരെയാ ഏൽപ്പിക്കേണ്ടത്? അതുകൂടി പറഞ്ഞിട്ട് പോകും. കുഞ്ഞുനാൾ മുതൽ ഇവൾ മോഹിച്ചതും സ്നേഹിച്ചതും ഒക്കെ മാധവേട്ടനെയാ. ഈ ഇവളെയെങ്കിലും മാധവേട്ടൻ ശിക്ഷിക്കാതിരിക്കണം. ഞാൻ ശിക്ഷിക്കില്ലടാ, അവളെ രക്ഷിക്കാം. ഒരിക്കലും ഞാൻ അവൾക്കൊരു നല്ല ഭർത്താവില്ല. ഒന്ന് സ്നേഹം കാണിക്കാൻ പോലും അറിയാത്തവനാണ് ഞാൻ. സ്നേഹം കാണിക്കാനല്ലെങ്കിൽ പിന്നെ മറ്റത്തിനാ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതിനോട്ട് മാറ്റാനും പറ്റില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും എന്നെ ദുഷ്ടനെന്നും ക്രൂരനെന്നും ഹിറ്റ്ലർ എന്നും ഒക്കെ വിളിക്കുന്നത്. ഇവൾക്ക് ഞാൻ വേണ്ട. എന്നെക്കാൾ കേമനായ ഒരുത്തനെ കണ്ടുപിടിച്ച് നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. മാധവേട്ട,
നിന്റെ വെല്ലുവിളികളിൽ ഇതൊരെണ്ണം ബാക്കി നിൽക്കട്ടെ. എല്ലാവരുടെ മുമ്പിലും എല്ലായിടത്തും തോറ്റവനാണ് ഞാൻ. ഈ ഒരിടത്തെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടടാ.